നമസ്കാരം. വില്ലേജ് നിതിൻ ശിവയാണ്. നമുക്കിന്ന് നമ്മുടെ കുളത്തിൽ നിന്ന് പിടിച്ച ഒരു കല്ലേമുട്ടിയെ ഫ്രൈ ചെയ്യാം. ചൂണ്ട ഊരിയിട്ടിട്ടുണ്ട്. അതിൻ്റെ വാലെ പിടിച്ച് നമുക്ക് ഈ ചട്ടിയിലോട്ടൊന്നിടാം. ഹായ്, അപ്പോൾ കല്ലേമുട്ടി ഫ്രൈ. പെടപെടയണ മീനല്ല, കരിനീല വണ്ടല്ല. അതുകൊണ്ട് ഇപ്പം കിട്ടിയ കല്ലേമുട്ടിയുടെ നമ്മൾ എടുത്തിട്ടുണ്ട്. പാറുവാണ് അടുപ്പൊക്കെ റെഡിയാക്കുന്നത് കേട്ടോ. എന്നാലും കുത്തിയൊക്കെ നോവിക്കുന്നുണ്ട്, അനങ്ങുന്നുണ്ട്. നല്ല പിടയ്ക്കുന്ന വേണ്ട, നമ്മൾ മുറിക്കാൻ പോലും പാടാണ്ട്. അണ്ണൻ തല്ലിയൊക്കെ ഇട്ട് താഴെ കീറിയൊക്കെ എടുക്കുകയാണ്. പൊളിച്ചങ്ങോട്ട് എടുക്കുക. തൊലി പിടിക്കണം. കല്ലേമുട്ടിക്ക് മുള്ളുണ്ട്, അതുകൊണ്ട് നമ്മൾ തൊലി പിടിച്ചാലേ പറ്റത്തുള്ളേ. അണ്ണനെ നമുക്കൊന്ന് കിട്ടിയതാണ്. അണ്ണന് ഇന്ന് സമയമുണ്ടായിരുന്നു. അണ്ണനെ കൂടെ വിളിച്ച് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് അങ്ങ് കയറ്റി. അണ്ണൻ തണ്ടെന്നിട്ട് ചെറുതായിട്ട് അങ്ങോട്ട് നമ്മുടെ തൊലി അങ്ങോട്ട് ഊരുന്ന പരിപാടിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ. ഇച്ചിരി പാടാ. പിന്നെ ഇച്ചിരി എക്സ്പീരിയൻസ്ഡ് ആണെന്ന് നമുക്ക് അറിയാം, അതുകൊണ്ടാണ് ഞാൻ ചെയ്യും. എൻ്റെ വലിച്ചങ്ങളുടെ ഇളക്കി കണ്ട പൊളി ഐറ്റം. ഒറ്റ കല്ലേമുട്ടിയായിട്ട് എങ്ങനെയാടാ ഫ്രൈ ചെയ്യുന്നതെന്ന് വിചാരിച്ച് അണ്ണൻ പോയി പിടിച്ചോണ്ടൊന്ന് ഒരെണ്ണം കൂടെ ഉണ്ട്. അതിനെ കൂടെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കുകയാണ്. അതിനെ കൂടെ തൊലി പിടിക്കാൻ ഒരു വർക്ക് ചെയ്യുമ്പം ഒന്ന് രണ്ടെണ്ണം ഇല്ലെങ്കിൽ പിന്നെ എന്തോ രസം. അപ്പോൾ തന്നെ അണ്ണൻ കൂടെ ഇളക്കി അങ്ങോട്ട് വലിച്ചങ്ങോട്ട് കീറുകയാണ്. അണ്ട പാലങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുന്നു. ആണ്ട് നമ്മുടെ ചട്ടിയിലോട്ട് അങ്ങോട്ട് ഇട്ടു. ചട്ടി വറക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മളൊന്ന് ട്രൈ ചെയ്യണം. ചട്ടിക്കകത്തോട്ട് നമ്മൾ മറ്റേ രണ്ടാമത്തെ മീനോടെ നമ്മൾ എൻ്റെ അകത്തോട്ട് അങ്ങോട്ട് ഇടാം. ഇട്ടിട്ട് ഭയങ്കര പാടാണ്. രണ്ടാമത്തെ മീൻ നമ്മൾ വലിച്ചു കയറി എടുക്കാൻ തന്നെ നല്ല പാടാണ് കേട്ടോ. രണ്ടും നമ്മൾ സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് അങ്ങോട്ട് എന്ത് ചെയ്യണം, കഴുകിയെടുക്കണം. നമ്മുടെ കഴുകി അങ്ങോട്ട് വേണ്ട നല്ല പൊളിപ്പിച്ച് കഴുകണം കേട്ടോ. കഴുകിയൊക്കെ നല്ല വൃത്തി അങ്ങനെ ഒരു മസ്റ്റാണ്. അങ്ങനെ നല്ല സെറ്റായിട്ട് കഴുകിയെടുത്തിട്ട് ഒന്ന് രണ്ട് വര അങ്ങോട്ട് ഇടുവേ. ഉപ്പും മുളകൊക്കെ അകത്തോട്ട് അങ്ങോട്ട് കയറിങ്ങനെ കല്ലേമുട്ടിക്കൊരു ടേസ്റ്റ് കാണത്തുള്ളൂ. അതേണ്ട വരഞ്ഞങ്ങോട്ട് ഇടുക. എൻ്റെ അമ്മോ, പൊളി ഐറ്റമായിരിക്കും. നമ്മൾ ലൈവായിട്ട് നമ്മൾ പിടിച്ച് നല്ല പിടയ്ക്കുന്ന കല്ലേമുട്ടിയാണ് നമ്മൾ വരഞ്ഞേണ്ട. അതുകൊണ്ട് ഇനി ഉപ്പും മുളകും കൂടെ അങ്ങോട്ട് നമ്മൾ ഉലുവയും കൂടെ ചേർക്കണം. ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ചുലുവയും കുരുമുളകും എല്ലാം കൂടി ഇട്ടാണ് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കാം. അങ്ങോട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ട് നമ്മളേണ്ട ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാൻ നല്ല കുഴഞ്ഞ് വരത്തുള്ളൂ. മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കാം. പെരട്ടി വെക്കണം. കുറച്ച് നേരം പെരട്ടി അങ്ങോട്ട് വെച്ചേക്കാം. പെരട്ടി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, തീ കത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്ന ഒരു സമയത്തേക്ക് ഇതിൽ നിന്ന് അങ്ങോട്ട് പിടിക്കും. അളിയാ തീ തേണ്ട പാറുവാണ് ഇതിൻ്റെ ചൂടൊക്കെ കണ്ടെന്നൊക്കെ വലിച്ചുകൊണ്ടൊക്കെ വന്ന് വെച്ചേക്കുന്നത് കേട്ടോ. നമ്മൾ തന്നെ തീയെ കൊണ്ട് കത്തി വന്നിട്ടുണ്ട്. നമ്മുടെ കുട്ടനാട് സ്റ്റൈല് നമ്മളൊരു കല്ലേമുട്ടി ഫ്രൈ അടിക്കുകയാണേ. എണ്ണ അങ്ങോട്ട് ഒഴിച്ചു. എണ്ണ തിളച്ച് വരുമ്പോൾ നമ്മുടെ കല്ലേമുട്ടി അങ്ങോട്ട് എടുത്തു. നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഐറ്റങ്ങളാണ് കേട്ടോ. നമ്മുടെ ചീൻചട്ടിക്കകത്ത് ഒന്നുമില്ല. ഈ ചട്ടി, അതുപോലെ ചട്ടത്തിനൊരു ഈർക്കൽ, ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റങ്ങൾ. കുറച്ച് ഞാനോട് അങ്ങോട്ട് ഒഴിച്ചിട്ട് മറ്റേ കല്ലേമുട്ടിയുടെ അങ്ങോട്ട് ഇടാം. എന്നിട്ട് ഇങ്ങനെ തിളച്ചങ്ങോട്ട് വരും. തിളയ്ക്കണം അങ്ങോട്ട്, മൂക്കട്ടെ അങ്ങോട്ടെ. കറിവേപ്പിലയോട് ഇടുവാണെന്നാണ് അണ്ണം പറയുന്നത്. ഓക്കെ, അതിനൊരു ഭംഗിക്ക് ടേസ്റ്റിനൊക്കെ നല്ല. എൻ്റെ പൊന്നു മച്ചാനെ തന്നെ മീൻ മൂത്ത് വരുന്നുണ്ട്. നമ്മുടെ മീൻ വേകാറായോ? നമ്മുടെ മീൻ ഇപ്പം വേകാറായിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് നമുക്കൊന്ന് നോക്കാം. നമുക്ക് തേക്കലുണ്ട്, തേക്കലോട്ട് മാറ്റി വെക്കാം അല്ലേ? മീൻ ചെറുതായിട്ടൊന്ന് എടുക്കാം അല്ലേ അണ്ണാ? ഓക്കെ, ഈർക്കിലെ കുത്തി നമുക്ക് എടുക്കാം. നമുക്ക് വേണ്ട നമ്മുടെ തേക്കലോട്ട് വെക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ട്. സൂപ്പർ. ഒരു 20 മിനിറ്റ് കൊണ്ട് നമ്മൾ ഏതായാലും മീൻ വറുത്തെടുത്ത് കണ്ടോ. പിടിച്ചന്നേരം തന്നെ